കാഴ്ച പരിമിതി കൊണ്ടുണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രധാന ബുദ്ധിമുട്ടുകളെ പൊതുവിൽ മൂന്നായി തരംതിരിക്കാറുണ്ട്. ഒന്ന് സംസാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അറിവ് നേടാനുള്ള ഒരു പരിമിതി, അതായത് ചുറ്റുപാടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പരിമിതി. മറ്റൊന്ന് ആശയവിനിമയവുമായി ബന്ധപ്പെട്ട പരിമിതികളാണ്. അതിനൊക്കെ ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മാം സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്ര സഞ്ചാരത്തിനുള്ള പരിമിതികൾ തന്നെയാണ്. കാരണം ഒരു വ്യക്തിക്ക് എന്ത് കഴിവുണ്ടായാലും അയാളുടെ ആ കഴിവ് പ്രയോജനപ്പെടുത്തണമെങ്കിൽ അയാൾക്ക് സ്വതന്ത്ര സഞ്ചാരം സാധ്യമായേ മതിയാകുകയുള്ളൂ. അപ്പോൾ കാഴ്ച പരിമിതി ഉള്ളതുകൊണ്ട് ആ സ്വതന്ത്ര സഞ്ചാരം സാധ്യമാക്കാൻ ഏറ്റവും പ്രധാനമായി സഹായിക്കുന്നത് വൈറ്റ് കെയിനാണ്. കാഴ്ച പരിമിതർ നൂറ്റാണ്ടുകളായി ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ഒരു ചൂരൽ തൊട്ടുമുന്നിലുള്ള തടസ്സങ്ങളെ മനസ്സിലാക്കുന്നതിനായും മുന്നിലുള്ള തടസ്സങ്ങളെ അറിഞ്ഞുകൊണ്ട് സുരക്ഷിതമായി സഞ്ചരിക്കാനും ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനൊരു ശാസ്ത്രീയമായ രീതിയോ അല്ലെങ്കിൽ കൃത്യമായ വ്യവസ്ഥകളോ പരിശീലനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 1921 ജെയിംസ് ബ്രിക്സ് എന്നൊരു വ്യക്തി, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ആക്സിഡൻറ്റിൽ കാഴ്ച നഷ്ടപ്പെട്ട അദ്ദേഹമാണ് ഈ ഉപയോഗിക്കുന്ന ചൂരലിന് വെളുത്ത നിറം നൽകിയത്, കാണാനായിട്ട് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കുന്നതിനായിട്ട്. അതിനുശേഷം റിച്ചാർഡ് ഹുവർ എന്ന വ്യക്തിയാണ് ഇതിനൊരു ശാസ്ത്രീയമായ ഒരു അടിത്തറ രൂപപ്പെടുത്തുകയും ഈ വൈറ്റ് കെയിൻ പരിശീലനത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്.